GR ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ലിജോ മോൾ, സജിൻ ഗോപു തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഏറ്റവും പുതിയ സിനിമയാണ് പൊന്മാൻ. സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാൻ ഈ ചെറുകഥ വായിക്കാൻ ഉണ്ടായ സാഹചര്യം അവർ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ അതുപോലെ തന്നെ ട്രെയിലറിലൊക്കെ ഇതിനൊരു മെൻഷൻ ഉണ്ടായിരുന്നു, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന്. അത് ഞാൻ 2-3 ദിവസം മുമ്പാണ് വായിച്ചത്. അത് വായിച്ചിട്ട് ഒരു മുക്കാലായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിലൊരു സിനിമാറ്റിക് എലമെന്റ് ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ആ ഒരു സിനിമയുടെ രീതിയിൽ തന്നെയാണ് ആ കഥ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സിനിമ ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു ആകാംക്ഷയെ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിനിമ വന്നിട്ടുള്ളത്. നമ്മള് തൊണ്ടിമുതലും ദൃക്സാക്ഷിയൊക്കെ കണ്ടിട്ടില്ലേ, ദിലീഷ് പോത്തന്റെ ഒരു ചെറിയ ഒരു എലമെന്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കഥ. ആ കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഉതകുന്ന, എന്റർടൈനിങ് ആയിട്ട് എത്തിക്കാൻ ഉതകുന്ന തരത്തിൽ ഉള്ള കോൺഫ്ലിക്റ്റുകൾ നിറച്ച ഒരു സിനിമയാണ് പൊന്മാൻ. സംഭവം മറ്റൊന്നുമല്ല, അജേഷ് എന്ന് പറയുന്ന കഥാപാത്രം ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന അദ്ദേഹം ഒരു മടിയിൽ ജ്വല്ലറി നടത്തുന്ന ആളാണ്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, സാധാരണക്കാരുടെ വീട്ടിൽ ഗോൾഡ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, കെട്ടിച്ചു വിടുന്ന പെണ്ണുങ്ങൾക്ക് സ്ത്രീധനത്തുകയോടൊപ്പം തന്നെ. അപ്പൊ അത് കൊടുക്കാൻ സാധിക്കാത്ത ചില വീടുകളിൽ ഇതുപോലെ എന്താ പറയാ, ഔട്ട് ഓഫ് ദ റെക്കോർഡ്സ് ആയിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഡയറക്റ്റ് ഡീലർമാർ സ്വർണം വീട്ടിലെത്തിക്കും വിത്തൗട്ട് പേയിങ് മണി. എന്നിട്ട് എന്ത് ചെയ്യും, കല്യാണത്തിന്റെ തലേന്ന് കുറിപ്പണമായിട്ട് വരുന്ന പണം ഈ ഡീലർക്ക് നേരിട്ട് ഏൽപ്പിച്ച് സ്വർണത്തിന്റെ കാശ് സെറ്റിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഈ സിനിമ എനിക്ക് തോന്നിയത്, സംഭവം ഒരു കുഞ്ഞു സിനിമയാണെങ്കിൽ പോലും ഇത് തിയേറ്ററിൽ തന്നെ കണ്ട് രസിച്ച് വിജയിപ്പിക്കേണ്ട ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം മറ്റൊന്നല്ല, നമ്മൾ കുറച്ച് കാലമായിട്ട് കുറച്ച് വയലൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത സിനിമകൾ ഓഫ് ബീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടി അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ഈ സിനിമ ശ്രദ്ധിക്കപ്പെടണമെന്നാണ്. കാരണം അതിന്റെ ആ കഥാ പശ്ചാത്തലം അങ്ങനത്തെയാണ്, ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ സിനിമയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് റിലേറ്റഡ് ആയിട്ട് സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു കഥയായിട്ടാണ് വരുന്നത്. വളരെ എൻഗേജിങ് ആയിട്ടാണ് ഇതിൽ വരുന്ന ഓരോ കോൺഫ്ലിക്റ്റ്. അത് ഇപ്പൊ നമ്മളൊരു മാൻ ടു മാൻ ഫൈറ്റ് അങ്ങനത്തെ ഒരു സംഭവമല്ല. അതിൽ വരുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ കാണുന്ന കല്യാണ വീടുകളും ആ കല്യാണ വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവർക്ക് സാമ്പത്തികമായിട്ട് നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ നില മറന്നിട്ട് പ്രവർത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, പിന്നെ ഒറ്റ മോനൊക്കെ ആയിട്ട്, അതായത് ഫാദർ ഇല്ലാത്ത ഫാമിലിയിൽ ഒറ്റ മോനായി നടക്കുന്ന വ്യക്തി കുടുംബവും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുള്ള ആളുകളുടെ കാര്യവും സ്വന്തം കാര്യവും നോക്കാണ്ട് ഈ പറഞ്ഞ പോലെ പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്ന് അത് ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ അഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള വളരെ സാധാരണക്കാരെ ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്.